ഇപ്പൊ ശങ്കരാചാര്യരൊക്കെ അദ്വൈതത്തെ അവതരിപ്പിച്ചപ്പോൾ പറഞ്ഞു എന്താണ്? ആചാര്യസ്വാമി പറയുന്നത് അഹം ബ്രഹ്മാസ്മി തത്വമസി അയം ആത്മാ ബ്രഹ്മ പ്രജ്ഞാനം ബ്രഹ്മ എന്നൊക്കെ പറയുന്ന ഈ ബ്രഹ്മം ആത്മാവ് എന്നൊക്കെ പറയുന്നതിനെ ഏത് കൊച്ചുകുട്ടിക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ ശ്രീനാരായണ ഗുരുദേവന് കഴിഞ്ഞു. അത് ആ വാക്കുകളുടെ ഒരു മാന്ത്രികതയാണെന്ന് നിസ്സംശയം നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഗുരു അവരോട് സംസാരിക്കുമ്പോൾ തന്നെ, ആ സാധാരണക്കാരുടെ വർത്തമാനം പറയുമ്പോൾ തന്നെ അവരെ എന്താ പറയുക, താൻ ഉദ്ദേശിച്ച ആ സത്യത്തിലേക്ക് അവരെ കൂട്ടിക്കൊണ്ട് പോകാനും ഗുരുവിന് കഴിഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ ഒരു തീവണ്ടിയിൽ ഗുരു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു രാജാവുമായിട്ട് സംസാരിച്ചൊരു സംഭാഷണമുണ്ട്. അപ്പോൾ രാജാവ് ചോദിച്ചു പേരെന്താണ്? കാരണം ഗുരുവിനെ കണ്ട നല്ല ചുമന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിഞ്ഞൂടാ, നല്ല വളരെ കുമാരനാശാന്റെ വാക്ക് പറയാം, ചെന്താർ മങ്ങും മുഖം, ചേതന നയനയുഗം, ചാരു നെറ്റിത്തടം, നൽ പൊണ്ടാരിൻ കാന്തി പൊങ്ങും പ്രഭയോട് ഗുരു രോമാളി ആളുന്ന ഭൂമൈ, ചന്തത്തിൽ ജാനുവോളം വരും അരിയ കരാബ്ജങ്ങളും തുങ്കഭക്ത്യാ ചിന്തിച്ചുള്ളത്തിലേന്തി ഗുരു ചരണയുഗം സന്തതം ഞാൻ തൊഴുന്നേൻ. കുമാരനാശാന പറയുന്നത് എന്തൊരു ഭംഗിയായിരുന്നു ഗുരുവിന്. ഊതിക്കാച്ചിയ സ്വർണത്തിന്റെ നിറം, ചെല്ലു പറഞ്ഞേക്കുന്നത് അങ്ങനെയാണ്. നല്ല ഗോതമ്പ് മണിയുടെ നിറം, വിളഞ്ഞു പഴുത്ത ഗോതമ്പ് മണിയുടെ നിറം, ചെല്ലു പറഞ്ഞ അങ്ങനെയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു തേജോമയനായ ഗുരുവിനെ കണ്ടപ്പോൾ രാജാവ് വിചാരിച്ചു എന്തോ കൂടിയ ആളാണ്. കാരണം നമുക്കൊക്കെ വലിയ സൗന്ദര്യം ഇല്ലാത്തവരാണല്ലോ, അതുകൊണ്ട് ഇതാരോ വലിയ കൂടിയ ആളാണ്. അപ്പോൾ പേര് വെച്ചു നാരായണൻ. സാധാരണഗതിയിൽ പേര് പറയുമ്പോൾ നാരായണൻ്റെ കൂടെ ഒരു വാലും കൂടെ ഉണ്ടാവുമല്ലോ, ഇല്ലേ? നാരായണൻ നായർ, നാരായണ കുറുപ്പ്, നാരായണ പിഷാരടി, അങ്ങനെ ഏതെങ്കിലും വാല് കാണേണ്ടതല്ലേ. അപ്പം രാജാവിന് സംശയം, ജാതിയിൽ ആരാണ്, പിന്നെ അങ്ങ് ചോദിച്ചേക്കാന്ന് വെച്ചു. ഇന്നൊക്കെയാണ് എങ്ങനെ ചോദിക്കുന്നത് അറിയാമോ? ഇന്നൊക്കെ നമ്മളാരും ജാതി ചോദിക്കാറില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ചോദിക്കുന്നത്? എൻ്റെ കൂടെ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. അപ്പോൾ ടീച്ചറിന് ഞാൻ പ്രത്യേകിച്ച് ചന്ദനക്കുരു ഒന്നും തേക്കാതെ പോകുന്നത് കണ്ടപ്പോൾ ടീച്ചറിന് ബിജു എന്നാണ് പേര്, ഒരു പിടിയും കിട്ടുന്നില്ല. അവസാനം ടീച്ചർ ചോദിച്ചു ഏത് ഇടവകയാണെന്ന് ചോദിച്ചു. അപ്പോഴാണ് എനിക്ക് സമാധാനമായത്, ടീച്ചർ ആരാത് എനിക്കും പിടി കിട്ടിയത്. അപ്പോൾ ഒന്നേ ഇടവക ചോദിക്കും, നമ്മളാണ് ഏത് SNDP ആണെന്ന് ചിലപ്പോൾ വേണം ചോദിച്ചേക്കാം. നമ്മളങ്ങനെ ചോദിക്കുന്ന കൂട്ടത്തിലല്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അങ്ങനെ പറയുന്നത് പോലും നമുക്ക് എന്തോ ഒരു അപകർഷബോധമുണ്ട്. അപ്പോൾ അങ്ങനെ രാജാവ് ചോദിച്ചു, ജാതി തുറന്നങ്ങ് ചോദിച്ചു, ജാതിയിൽ ആരാണ്? അപ്പോൾ ഗുരു ചോദിച്ചു കണ്ടിട്ട് എന്ത് തോന്നുന്നു? രാജാവിനോടാണ് സംസാരിക്കുന്നതും ഗുരുവിന് വിഷയമായിരുന്നില്ല, കണ്ടിട്ടെന്ത് തോന്നുന്നു? അപ്പോൾ രാജാവ് പറഞ്ഞു കണ്ടിട്ടൊന്നും മനസ്സിലാവുന്നില്ല. കണ്ടാ മനസ്സിലാവാത്തവരോട് പിന്നെ പറഞ്ഞാൽ എങ്ങനെയാണ് മനസ്സിലാവുക? അല്ലേ? ഒറ്റ വാക്കേ ഉള്ളൂ അവിടെ കാതലായിട്ട്. കണ്ടാൽ മനസ്സിലാവാത്തവരോട് പിന്നെ പറഞ്ഞാൽ എങ്ങനെയാ മനസ്സിലാവുക? നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന ഈ ഞാൻ ആരാണെന്ന് എന്താ പേര് ഊര് തൊഴിൽ ഈ മൂന്നും പോരുമായത് കേൾക്കുക. ആരു നീ എന്ന് ചോദിക്കേണ്ടതാ പറഞ്ഞ ഗുരു പറഞ്ഞത്. നിനക്ക് പേര് ചോദിക്കാം, വീട് ചോദിക്കാം, തൊഴിൽ ചോദിക്കാം, നേര് മെയ് തന്നെ ചൊൽകയാൽ ആരാണ് നീ എന്നുള്ളത് ഈ ശരീരം തന്നെ പറയുന്നുണ്ടല്ലോ എന്ന്. ശരീരം പറയുന്നത് എന്താ പറഞ്ഞു കൊടുക്കുന്നത്? ഒരു പട്ടിയെ കാണുമ്പോൾ നമ്മളെങ്ങനെയാണ് തിരിച്ചറിയുന്നത്? പറഞ്ഞിട്ടാണോ? അതിൻ്റെ ശരീരം തന്നെ പറയുന്നുണ്ട് ഇത് ഇന്ന ജീവിയാണെന്ന്. ഒരു പശുവിനെ കാണുമ്പോൾ ഇത് പശുവാണ്, ഇത് ഉറുമ്പാണ്, ഇത് പ്രാവാണ്, കാക്കയാണ്. നേരു മെയ് തന്നെ ചൊൽകയാൽ. കാക്കയെ വിളിച്ചിട്ട് കാക്കയുടെ ജാതി ആരെങ്കിലും ചോദിക്കാറുണ്ടോ? ഇല്ല. അപ്പൊ ഈ ശരീരം കൊടുക്കുന്ന ഉത്തരമാണ് ശരിയായ ഉത്തരം. അത് കണ്ടറിയാനാണ് ഗുരു പറയുന്നത്. കണ്ടറിയാൻ പറ്റാത്ത ഇതൊരു മനുഷ്യനാണ് ഈ ഇരിക്കുന്നത്. നിങ്ങളൊരു മിനിമം ഒരു മനുഷ്യനോടാണ് സംസാരിക്കുന്നത് പോലും തിരിച്ചറിയാത്ത നിങ്ങളോട് ഇനി ഞാൻ പറഞ്ഞു തരണമെന്ന് ചോദിച്ചാൽ, അല്ലേ? മുഖത്ത് കരണക്കുറ്റിക്ക് ഒരു അടി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൈകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ വാക്കുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയാൻ ഗുരുവിനെ കൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ. അതുപോലെ എത്രയോ ഉദാഹരണങ്ങൾ ഗുരുവിൻ്റെ ചരിത്രത്തിൽ. അപ്പം ഇങ്ങനെ ഭാഷയെ ഗുരു വളരെ അനായാസം എല്ലാവർക്കും അതിൻ്റെ അടിസ്ഥാനപരമായ ആശയത്തെ പിടികിട്ടുന്ന തരത്തിൽ തന്നെ പ്രയോഗിച്ചു. ഉദാഹരണങ്ങൾ ഒരുപാടുണ്ട്. ഒരിക്കൽ ഗുരുദേവൻ്റെ അടുക്കൽ ഒരു കുറേ പിള്ളേർ വന്നിട്ട് ഗുരുവായിട്ട് ഇങ്ങനെ പതിവ് പോലെ സംഭാഷണം നടത്തി. അപ്പോൾ ഒരാൾ ചോദിച്ചു, സ്വാമി പശുവിൻ്റെ പാല് കുടിക്കാറുണ്ടോ? അപ്പോൾ ഗുരു പറഞ്ഞു, പാല് കുടിക്കാറുണ്ട്, പാലും മോരും തൈരും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ ചെറുക്കൻ ചോദിക്കുകയാണ്, പശുവിൻ്റെ പാല് കുടിക്കാമെങ്കിൽ പിന്നെ അതിൻ്റെ ഇറച്ചി കഴിച്ചാൽ എന്നെ കുഴപ്പം? ബീഫ് കഴിച്ചാൽ എന്നെ കുഴപ്പം? പാല് ഇതെല്ലാം ശരീരത്തിൽ വരുന്നതല്ലേ, അപ്പോൾ പിന്നെ ബീഫ് കഴിച്ചാൽ എന്താ കുഴപ്പം? ഗുരു ഒരു മറുപടിയും പറഞ്ഞില്ല കേട്ടോ. ഗുരുവിന് കുറച്ചു നേരം വളരെ സാവകാശം എല്ലാവരോടൊക്കെ സംസാരിച്ചിട്ട് അവസാനം ഈ കൊച്ചിൻ്റെ അടുക്ക വന്നിട്ട് ചോദിച്ചു, മോനെ അമ്മ ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല സ്വാമി, മരിച്ചുപോയി. കുഴിച്ചിട്ടോ അതോ തിന്നോ? ഇതെന്തൊരു ചോദ്യമാണിത്, ശരിയല്ലേ? അപ്പൊ ഗുരു ആ മാംസഭക്ഷണത്തെ ഗുരു താരതമ്യപ്പെടുത്തിയത് എത്ര
ഒരിക്കലും നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത ഒരു തലത്തിൽ കൊണ്ട് അവനെ എടുത്തു ഉയർത്തി നിർത്തി. ഇനി അവൻ്റെ സംശയം ഉണ്ടാവുമോ? അവന് പാല് കഴിക്കാമെങ്കിൽ പിന്നെ മാംസം കഴിച്ചാൽ എന്താ ചോദിക്കുന്നവന് ഇനി സംശയം ഉണ്ടാവുമോ? ഇല്ല. ഇങ്ങനെ പ്രിയപ്പെട്ടവരെ, എനിക്ക് ശ്രീനാരായണ ഗുരു വൈഖരി എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, ഡോക്ടർ ഡി ഭാസ്കരൻ മാസ്റ്ററുടെ പുസ്തകമാണ്. നിങ്ങൾ ആ പുസ്തകം ഒന്ന് വായിക്കണം കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, ഗുരുവിൻ്റെ വർത്തമാനം പറച്ചിലുകൾ, ഗുരുവിൻ്റെ സംഭാഷണങ്ങൾ, അതിനെ ഏതാണ്ട് എന്താ പറയുക, ശേഖരിക്കാൻ പറ്റുന്ന എല്ലാം കൂട്ടിച്ചേർത്ത് വച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ് ശ്രീനാരായണ ഗുരു വൈഖരി. ഇത് വായിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഗുരുവിൻ്റെ ഭാഷാ ശൈലിയുടെ പ്രത്യേകത കൊണ്ട് പിടികിട്ടും. ഒരിക്കൽ ഗുരു ഇങ്ങനെ സഞ്ചരിക്കുന്ന വഴിയിൽ വെച്ചാണ് ഒരു ഭക്തൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. അപ്പോൾ ഒരു പ്ലാവ്, ആ പ്ലാവിൽ ചക്കയൊന്നുമില്ല. അപ്പം പുള്ളിക്കാരനോട് ഗുരു ചോദിച്ചു, പ്ലാവിൽ ചക്കയൊന്നുമില്ലേ? ഇല്ല സ്വാമി, കഴിഞ്ഞ വർഷം ധാരാളം കായ്ച്ചു, ഉള്ളത് ഒത്തിരി ഞങ്ങൾ ദാനം ചെയ്യുകയും ചെയ്തു, ഈ വർഷം ഒന്നും കായ്ച്ചില്ല. അപ്പോൾ ഗുരു പറയാ, ദാനം ചെയ്തതുകൊണ്ട്, ധർമ്മം ചെയ്തതുകൊണ്ട് മോക്ഷം അടഞ്ഞിരിക്കാം, ധർമ്മം ചെയ്ത് പോയത് കൊണ്ട് മോക്ഷം കിട്ടിയിരിക്കാം. നോക്കിക്കേ, ഇങ്ങനെ ഇതുപോലെയുള്ള ഗുരുവിൻ്റെ സംഭാഷണ ശൈലി മാത്രം അടർത്തിയെടുത്താൽ പോലും അത് നമുക്കൊരു വലിയ പഠനത്തിന് വിഷയമാകുന്ന ഒന്നാണ്. ഇവിടെ എല്ലാം നാം തിരിച്ചറിയേണ്ടത്, ഗുരു വർത്തമാനം പറയുന്നത് സാധാരണക്കാരോടാണെങ്കിൽ പോലും അവർക്ക് അതിൻ്റെ അകക്കാമ്പിനെ പിടികിട്ടുവാൻ പാകത്തിനുള്ള ഒരു രീതിശാസ്ത്രം ഗുരുവിൻ്റെ ഭാഷയിൽ എടുത്തു പറയാവുന്ന ഒന്നാണ്. ഇങ്ങനെ ഒട്ടനേകം ഉദാഹരണങ്ങളിലൂടെയാണ് ഗുരു സമൂഹത്തിലേക്ക് താൻ പ്രതിദാനം ചെയ്യുന്ന ആശയത്തെ ലോകത്തിന് പറഞ്ഞു കൊടുത്തത്, പകർന്നു കൊടുത്തത്. അപ്പം അത് ആ വർത്തമാനം വെച്ച രീതിയാണ്. ഇനി ഗദ്യഭാഷ എന്ന് പറയുമ്പോൾ ഗുരു ഈ പറഞ്ഞ അതേ ശൈലിയിൽ തന്നെയാണ് ഇന്ന് കാണുന്ന ഗദ്യശൈലി ഗുരു ആവിഷ്കരിച്ചെടുത്തത്. നമ്മളിപ്പോൾ ഇന്ന് എനിക്ക് തോന്നുന്നു ഇതേ ഈ നോട്ടീസിൻ്റെ മാറ്റർ ഉണ്ടല്ലോ, ഈ നോട്ടീസിൻ്റെ ഫ്രണ്ട് പേജിൽ കൊടുത്തിരിക്കുന്ന ഈ മാറ്റർ പോലും മതസാഹോദര്യം വിളിച്ചോതുന്ന പാവുക്കരയുടെ തിരുനെറ്റിയിലൊരു തിലകക്കുറിയായി ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രം. നല്ല മാറ്ററാണ് കേട്ടോ, എഴുതിയ ആള് സൂപ്പറായിട്ടുണ്ട് എന്തായാലും. അപ്പം ഇതിനേക്കാൾ ഇന്നത്തെ ഭാഷയാണല്ലോ, ഇതിനേക്കാൾ അയജ്ഞ ലളിതമായിട്ട് ഗുരു തൻ്റെ ഗദ്യം നമുക്ക് വിനിമയം ചെയ്തു. ഇന്ന് പോലും അങ്ങനെ നമുക്ക് പറയാൻ പറ്റുന്നില്ല, ഇന്ന് പോലും നമുക്കങ്ങനെ എഴുതാൻ പറ്റുന്നില്ല. അതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് കുളത്തൂർ കോലത്തുകര അമ്പലത്തിൽ വെച്ച്. കോലത്തുകരയിൽ ഒരു ഭദ്രകാളി ക്ഷേത്രം ഉണ്ടായിരുന്നു, നിങ്ങൾക്കറിയാമല്ലോ. ഈ കോലത്തുകരയിലെ ഭദ്രകാളി നോൺ വെജ് കഴിക്കുമായിരുന്നു. അതറിയാമായിരുന്നോ? ഈ നാട്ടിലെ ദേവിയാറിൽ കഴിക്കാറുണ്ടോ? ചിക്കനോ മട്ടനോ ഒക്കെ ഉണ്ടോ? ഇല്ല. അങ്ങനെ പറയുമ്പോൾ നമുക്കൊരു ടെൻഷനല്ല, ഇനി എന്നാ പറയണമെന്ന്. പക്ഷെ ചില സ്ഥലത്തൊക്കെ ഇപ്പോഴും ഉണ്ടെന്നാണ് ഞാൻ കേട്ടേക്കുന്നത്. എന്തായാലും കോലത്തുകരയിലെ അമ്മയ്ക്ക് ഇത് വേണമായിരുന്നു. അപ്പോൾ ഗുരു പറഞ്ഞു, ഇത് ക്ഷേത്രമാണ്, ദേവിയാണ്, അമ്മയാണ്, ചോര വീഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ചോര വീഴിക്കാൻ പാടില്ല. അപ്പോൾ ആളുകൾ പറഞ്ഞു, സ്വാമി ഇത് ഭദ്രകാളിയാണ്, ഭദ്രകാളിക്ക് ഇച്ചിരി ചോരയൊക്കെ വേണം. അങ്ങനെയാണെങ്കിൽ ഭദ്രകാളിയെ അങ്ങോട്ട് മാറ്റാം, കണ്ടോ, ഭദ്രകാളിയെ മാറ്റാം. അങ്ങനെ ഭദ്രകാളിയെ മാറ്റി, ഭദ്രകാളിയെ ഗുരുവിൻ്റെ ആ ചരിത്രത്തിൽ പറയുന്നുണ്ട്, ഇടത് കൈ കൊണ്ട് ഊരിയെടുത്തെന്നാണ് പറയുന്നത്. ഇടത് കൈ കൊണ്ട് അത്ര അനായാസം എടുത്തു മാറ്റി നാലമ്പലത്തിൻ്റെ വടക്കു പടിഞ്ഞാറെ മൂലയിൽ കൊണ്ട് വയ്ക്കാൻ പറഞ്ഞു. ഇനി ഒരു സാമ്പ്രാണി പോലും കത്തിച്ചാൽ കരുതെന്ന് പറഞ്ഞു. കോലത്തുകര അമ്പലത്തിൽ പോയിട്ടുള്ളവർക്ക് ഇന്നും ആ ഭദ്രകാളി ഒരു പരാതി ഇല്ലാണ്ട് അവിടെ ഇരിക്കുന്നത് കാണാൻ പറ്റും കേട്ടോ. കാരണം എടുത്തു മാറ്റിതാരാണ്. നമ്മളെ ഭദ്രകാളി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു വലിയ സങ്കല്പം ഉണ്ടല്ലോ. ആ സങ്കല്പത്തെ എത്ര അയജ്ഞ ലളിതമായിട്ടാണ് ഗുരു എടുത്തു മാറ്റിയത്, ഊരി മാറ്റി. എന്നിട്ട് അവിടെ നല്ല എന്താ പറയുക, പാടീര വരപുഷ്പ കർപ്പൂര ധൂപാദ്യങ്ങൾ ഉപയോഗിച്ചുള്ള ഒരു പൂജാ സംവിധാനം കുറിച്ച് അവിടെ ശിവനെ പ്രതിഷ്ഠിച്ചു കൊടുത്തു. കോലതീരേശൻ എന്ന് പേര് വിട്ടു. കോലത്തുകരയിലെ ഈശ്വരനായിട്ട് ശിവനെ പ്രതിഷ്ഠിച്ചു. അപ്പോൾ അവിടെ സാധാരണക്കാരായ ഭക്തന്മാരാണ്. സാധാരണക്കാരായ ഭക്തന്മാർക്ക്, ഒരു സാധാരണക്കാരായ ആളുകൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയൊരു പ്രാർത്ഥന വേണം. അതിനു വേണ്ടി എഴുതി കൊടുത്ത നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് വേണ്ടി എഴുതി കൊടുത്ത പ്രാർത്ഥനയാണ് കോലതീരേശ